aspirants, welcome back to Xylem Banking. So, എനിക്കറിയാം ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. കാരണം അടുത്ത ഞായറാഴ്ച വരാൻ പോകുന്ന 22-ാം തീയതി SBI ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം ആണ്. നിങ്ങളെല്ലാം എക്സാം ചൂടിലായിരിക്കും. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്ന് ഇനി പറഞ്ഞു തന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. ഓൾറെഡി നിങ്ങൾ പഠിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവസാനം എങ്ങനെ ഒന്ന് വാമപ്പ് ചെയ്യണം, എങ്ങനെ അത് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണം, ടൈം നമുക്ക് എത്രമാത്രം സേവ് ചെയ്യാം, ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ഉണ്ട്. ഒരുപാട് നെഗറ്റീവ് തോട്ടുകളിൽ നിങ്ങൾ മിക്സ്ഡ് അപ്പ് ആയിരിക്കുകയാണെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി എന്നതിലുപരി എങ്ങനെ ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യണം എന്ന് കംപ്ലീറ്റ്ലി ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ആദ്യം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെ നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഇനിയുള്ള ഈ ഒരാഴ്ച എന്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിലും ടൈം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം. ഇംഗ്ലീഷിന് നമുക്കിപ്പം ഉള്ള ടൈം 20 മിനിറ്റേ ഉള്ളൂ. ആ ടൈമിൽ എങ്ങനെ 30 ചോദ്യങ്ങൾ വളരെ കൃത്യമായി ചെയ്ത് വേണമെങ്കിൽ ആ ഒരു ലാസ്റ്റത്തെ 1 മിനിറ്റ് എടുത്ത് എങ്ങനെ കംപ്ലീറ്റ് റിവ്യൂ കൂടെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് നിങ്ങൾ കൂട്ടണം. കാരണം ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വായിക്കുന്നത് കുറച്ചും കൂടി കൂട്ടുക. ഒരു 30 മിനിറ്റ് ഒക്കെ എടുത്ത് ഡെയിലി ഒന്ന് വായിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വായിക്കുക. കാരണം അത് ഇംഗ്ലീഷിൽ മാത്രമല്ല, നിങ്ങൾ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റീഡിംഗ് സ്പീഡ് കൂട്ടാൻ നിങ്ങൾ മാക്സിമം ഈ ഒരാഴ്ച കുഞ്ഞു കുഞ്ഞു ആർട്ടിക്കിൾസ് ആവട്ടെ, ക്വസ്റ്റ്യൻസ് ആവട്ടെ, വളരെ വേഗത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യാം. കൂടിപ്പോയി ഒരു 30 മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ. അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ നിങ്ങളൊരു 3 ചോദ്യങ്ങൾ ഡെയിലി ബേസിസിൽ ചെയ്യുക. ഡെയിലി ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്തവണ എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ക്ലോസ് ടെസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പാരാജമ്പിൾ ഒരു 3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എറർ ഡിറ്റക്ഷൻ 10 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതിപ്പോ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ളതായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ പ്രീവിയസ് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം. പക്ഷെ ഡെയിലി ഈ പറഞ്ഞ ഇത്രയും കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളാം. ഇവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. മാത്രമല്ല സെന്റൻസ് റീഅറേഞ്ച്മെന്റ് 5 ക്വസ്റ്റ്യൻ. അപ്പൊ എന്തിന് ഇവരെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു? ഇവരിലാണ് പല കുട്ടികൾക്കും നെഗറ്റീവ് മാർക്ക് വരുന്നത്, അല്ലെങ്കിൽ പല കുട്ടികൾക്കും കറക്റ്റ് ആൻസർ കിട്ടാതെ ടൈം ഒരുപാട് എടുക്കുന്നത് ഇവരെ ചെയ്യുമ്പോഴാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ചോദ്യങ്ങള് വരും ദിവസവും ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഡോക്ടറൊക്കെ പ്രിസ്ക്രിപ്ഷൻ എഴുതും പറയില്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കണം, കൃത്യം 10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നു. അതുപോലെ കൃത്യം ഈ പറഞ്ഞ രീതിക്ക് 3 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യണം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറിയാം. പക്ഷെ എനിക്ക് എപ്പോഴും വരുന്ന പ്രശ്നം ഇതാണ് മിസ്സേ, എക്സാം തുടങ്ങി കഴിയുമ്പോൾ ഞാൻ കുറച്ച് പാനിക് ആവും. പിന്നെ അങ്ങ് പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള രീതിയിൽ ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കെയർലെസ് മിസ്റ്റേക്സ് ആയിട്ട് മാറും. ശരിക്കും അറിയുന്ന ചോദ്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ചിന്തിക്കാതെ ആൻസർ ചെയ്ത് തെറ്റിക്കുന്നത്. എന്തുകൊണ്ടത് പറ്റുന്നതെന്ന് അറിയില്ല. മേ ബി സമയം പോകുന്നു എന്നൊരു പേടി കൊണ്ടായിരിക്കാം. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് 20 മിനിറ്റിൽ 19 മിനിറ്റ് നിങ്ങൾ പരീക്ഷ എഴുതുന്നു, 1 മിനിറ്റ് ഒന്ന് ഓടിച്ച് നിങ്ങളെല്ലാം കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കൂടാ. എന്തായാലും നിങ്ങളുടെ കയ്യിൽ പരീക്ഷ എഴുതുന്നത് ഒരു പേപ്പർ ഉണ്ടാവും, ഒരു പേന ഉണ്ടാവും. നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾ കൊടുത്ത ആൻസേഴ്സിന്റെ ഓപ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്തുകൂടെ? എന്നിട്ട് അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണോ കൊടുത്തേക്കുന്നത്, അവസാനം ഒന്ന് റിവ്യൂ ചെയ്തുകൂടെ? അതിനൊക്കെ സമയം തികയുന്നില്ല മിസ്സേ എന്ന് പറയുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് റീഡിംഗ് കോംപ്രഹെൻഷന് സമയം തികയുന്നില്ല എന്ന പ്രശ്നമാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഞാൻ വൃത്തിയായിട്ടൊന്ന് പറഞ്ഞുതരും. ശ്രദ്ധിച്ച് മുന്നോട്ടുള്ള വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. ഓക്കെ, സോ ആദ്യം ഡെയിലി നിങ്ങൾ എങ്ങനെ പഠിക്കണം, അത് ഇനിയുള്ള ഒരാഴ്ച കൃത്യം ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. എവിടെ? ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. എങ്ങനെയാന്ന് വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. 1 മണിക്കൂർ നിങ്ങൾ എന്തിനെടുക്കണം എന്നറിയോ? 1 മണിക്കൂർ എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ടു റിവിഷൻ. ഓക്കെ, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, 1 hour എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ടു റിവിഷൻ ആണ്. റിവൈസ് ചെയ്ത് കഴിയുമ്പം ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ്. എന്നിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയ വീക്കർ ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. ഇനി അതിനുശേഷമുള്ള 1 hour 30 മിനിറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം, അതായത് 30 മിനിറ്റ്സ് അല്ല 20 മിനിറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമൊക്കെ വെച്ച് നിങ്ങൾക്ക് മോക്ക് എടുക്കാം. 20 മിനിറ്റ് ടൈമർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മോക്ക് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞു.
ഓക്കെ, ദെൻ യു ഹാവ് ലെഫ്റ്റ് വിത്ത് 40 minutes. ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര മിനിറ്റ് ഉണ്ട്? 40 minutes ബാലൻസ് ഉണ്ട്. ഈ 40 minutesൽ നിങ്ങൾ എന്ത് ചെയ്യാം? റിവ്യൂ ചെയ്യാം. നിങ്ങൾ എഴുതിയ മോക്ക് നിങ്ങൾ റിവ്യൂ ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിന്റെ ഗ്രാമർ റൂൾസ് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 20 minutes നിങ്ങൾ എക്സാം എഴുതി, ഒരു 10 minutes എടുത്ത് നിങ്ങൾ അത് എന്ത് ചെയ്തു? റിവ്യൂ ചെയ്തു. ഇപ്പോൾ 40 minutes ബാലൻസ് ഉള്ളതിൽ നിങ്ങളൊരു 10 minutes എടുത്ത് റിവ്യൂ ചെയ്തെന്ന് ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ഒരു 10 minutes എടുത്ത് റിവ്യൂ ചെയ്തു. നിങ്ങളുടെ മോക്ക് നിങ്ങൾ റിവ്യൂ ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര മിനിറ്റ് ഉണ്ട്? ബാക്കി 30 minutes നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 30 minutesൽ നിങ്ങൾക്ക് തെറ്റിയ ഭാഗങ്ങൾ, ആ ഗ്രാമർ റൂൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, സോ 1 hour എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് പോർഷൻസ് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ദെൻ 20 minutes എടുത്തൊരു മോക്ക് ചെയ്യുക. മോക്ക് ചെയ്ത് 10 minutes സ്പെൻഡ് ചെയ്ത് ആ മോക്ക് കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിയ പോർഷൻസ് ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെ ഗ്രാമാറ്റിക്കൽ റൂളുകളാണ് നിങ്ങൾക്ക് മിസ് ഔട്ട് ആയത്, എന്താണ് നിങ്ങൾക്ക് അവിടെ പ്രശ്നം പറ്റിയത്, ആ ഏരിയാസ് ഗ്രാമർ റൂൾസിൽ പോയി പഠിക്കുക. കൃത്യമായിട്ട് ഗ്രാമർ റൂൾസ് എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയിലും പഠിപ്പിച്ച് തന്നിട്ട് ക്ലാസ്സിൽ അതിന് നോട്ടുകൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നത് ദാറ്റ്സ് എ ഹോളി ബുക്ക്. ആ ബുക്ക് എന്ന് പറയുന്ന ഒരു ഹോളി ബുക്കാണ്. അതിന് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്ത് അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, 30 minutes ഗ്രാമർ റൂൾസ് റിവൈസ് നിർത്താതിരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇനിയുള്ള ഒരാഴ്ച ചെയ്യാൻ പറ്റിയ കാര്യം. ഇനി എക്സാമിന് നിങ്ങൾക്ക് അറിയാം 20 minutes സമയമാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കുക, RCക്ക് നിങ്ങൾ 5 minutes മാക്സിമം ആണ് കേട്ടോ. 5 minutes ഞാൻ പറയണേ. അതായത് ഇപ്പോൾ ഒരു 4 minutes അല്ലെങ്കിൽ ഒരു 5 minutes കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവരെ നിങ്ങൾ ലാസ്റ്റ് കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. ബാക്കി സിംഗിൾ ലൈനേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ടിങ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, സിംഗിൾ ലൈനേഴ്സ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. ദെൻ നിങ്ങൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ സിംഗിൾ ലൈനർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിംഗിൾ ലൈനേഴ്സ് നമ്മൾ വിളിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അവരെ പെട്ടെന്ന് വായിച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ്. ഫോർ എക്സാമ്പിൾ, വേർഡ് സ്വാപ്പ്, വേർഡ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ വേർഡ് യൂസേജ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, okay, then sentence improvement, phrase replacement, fillers, error detection, column based, ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഇവരെ ഇത്രയും പേരെ ചെയ്യുക. ഇവരെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ആരെ ചെയ്യാം? ആദ്യം നിങ്ങൾ പാരാജമ്പിൾ ചെയ്യാം. ഓക്കെ, പാരാജമ്പിൾ ചെയ്യുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാരാജമ്പിളിന്റെ കോമ്പിനേഷൻ ആദ്യം കണ്ടുപിടിക്കാം. അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പാരാജമ്പിളിന്റെ ഒരു ഓർഡർ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു പാരാജമ്പിൾ ചെയ്യാൻ എടുത്തു, ഒരു മിനിറ്റിൽ നിങ്ങൾ ആ പാരാജമ്പിൾ വായിച്ച് ഒരു 10 സെക്കൻഡിൽ നിങ്ങൾ അതിന്റെ കോമ്പിനേഷൻ സെറ്റ് ചെയ്യണം. പോട്ടെ, 1 മിനിറ്റും 10 സെക്കൻഡും എടുത്ത് നിങ്ങൾ കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അതുപോലെ 10 സെക്കൻഡ് മതി. അത് ഫസ്റ്റ് സെന്റൻസ് ചെയ്ത്, ലാസ്റ്റ് സെന്റൻസ് ചെയ്ത്, സെക്കൻഡ് സെന്റൻസ് ചെയ്ത്, ഫോർത്ത് സെന്റൻസ് ചെയ്ത്. കാരണം കോമ്പിനേഷൻ കിട്ടുമ്പോൾ തന്നെ പേപ്പറിൽ എഴുതി വെക്കുകയാണ് ഇതാണ് കോമ്പിനേഷൻ. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ വേഗം തീരും. അതിനുശേഷം ക്ലോസ് ടെസ്റ്റ് ചെയ്യുക. ക്ലോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. ആ ബ്ലാങ്ക് സ്പേസിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ഗ്രാമർ വൈസ് അവിടെ ആര് വരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ആ സെന്റൻസിന്റെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ടോൺ എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ ആൻസറിലേക്ക് എത്താനായിട്ട് വേഗം സാധിക്കും. സോ ഇങ്ങനെയുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് ക്ലോസ് ടെസ്റ്റ് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം RC ചെയ്യുക. RC ചെയ്യാൻ ഒരു അടിപൊളി ടെക്നിക്ക് ഉണ്ട്. അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതിനുവേണ്ടി മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഞാനൊരു പഴയ ഒരു RC ഞാൻ ഒരിടത്ത് നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ലൈഡിലേക്ക്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ടെക്നിക്ക് അങ്ങ് മനസ്സിലാവും. ഓക്കെ, ഇതാണ് എങ്ങനെയാണ് RC നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള RC. ആദ്യമേ ഇത് കയറി വായിക്കാതിരിക്കുക. RC കണ്ട ഉടനെ ചാടി കയറി പാസേജ് വായിക്കാൻ ശ്രമിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറും പേനും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരെ എന്ത് ചെയ്യാന്നറിയോ, പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കീവേഡ് നിങ്ങൾ നോട്ട് ചെയ്യുക. നോക്കിയേ,
Why are mosquitoes considered as one of the deadliest living creature? സോ ഇതാണ് നമ്മുടെ കീവേഡ്. അപ്പൊ ഈ കീവേഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സുഖമായിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് ഒരു തവണ വായിച്ചാൽ കിട്ടും. അതായത് ഇതിന് നമുക്ക് DQ എന്ന് വിളിക്കാം. ദുൽഖർ സൽമാൻ അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ DQ എന്നൊരു കോഡ് അവിടെ എഴുതിയിട്ടു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്സ് ബീങ് ഡെവലപ്ഡ് ടു കൺട്രോൾ പോപ്പുലേഷൻ ഓഫ് മോസ്കിറ്റോസ്? മെത്തേഡ്സ് ബീങ് ഡെവലപ്ഡ് ടു കൺട്രോൾ പോപ്പുലേഷൻ ഓഫ് മോസ്കിറ്റോസ് അടുത്ത കീവേഡ് ആണ് ക്വസ്റ്റ്യനിലെ. ഇതും ഒരു DQ ആണ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ ബി ദ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോ ഓഫ് സ്പ്രിങ്സ്? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും പാസേജിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതും DQ എന്ന് രേഖപ്പെടുത്താം. ഇതിങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ കീവേഡ്സും കൂടെ ആ പേപ്പറിലേക്ക് നൈസായിട്ട് ഒന്ന് എഴുതിയിട്ടോണം. ഇനി which of the statements can be considered as true with respect to the passage? എന്താണ് ആസ് ട്രൂ? ട്രൂ ഓർ ഫോൾസ്? ട്രൂ ഓർ ഫോൾസ് കഴിഞ്ഞാൽ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. So this is also a direct question. ഇനി what is desired effect of releasing GM mosquitoes contain the self-limiting gene? ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പാസേജ് ആണ് ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഇസ് സിമിലർ ടു ഡെഡ്ലിയസ്റ്റ്? ഇതെന്താണ്? ഇത് VB, അതായത് വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ടു ദ മീനിങ് ഓഫ് ഡെഡ്ലിയസ്റ്റ്, ഒരു സിനോണിം ഒക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കൺസിഡേർഡ് ട്രൂ? ഇവിടെ എന്താണ് കൺസിഡേർഡ് ആസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദി പാസേജ്? ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. IQ എന്ന് ഞാൻ ഇതിനെ രേഖപ്പെടുത്തി. കാരണം ഇത് പാസേജ് വായിച്ച് പാസേജ് മനസ്സിലാക്കിയത് വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. Then moving to ഓക്കെ, അപ്പൊ മൊത്തത്തിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് പ്രിലിംസിന് കിട്ടുന്നതിൽ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ വൊക്കാബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ച് നിങ്ങൾക്ക് പാസേജിലേക്ക് പോകാം. പാസേജിലേക്ക് പോയിട്ട് നമുക്ക് പാസേജ് ഓടിച്ചൊന്ന് വായിക്കാം. എവറി ഇയർ അറൌണ്ട് 1 million people die of mosquito-borne diseases according to the World Health Organization. This is why mosquitoes are considered one of the deadliest living creatures on the planet. ഓൾറെഡി കീവേഡ് നോട്ട് ചെയ്ത ഒരാൾക്ക് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. Not because they are lethal themselves, but because many of the viruses and parasites they transmit are, in the absence of an effective vaccine for dengue fever, Zika fever, chikungunya and other mosquito-borne diseases, researchers have developed genetic strategies to reduce mosquito populations. One such strategy involves release into the wild of genetically modified mosquitoes that express a lethal gene, a strategy developed to have little impact on overall DNA of wild population of mosquito. വേറൊരു കീവേഡ് നമ്മൾ എഴുതി വെച്ചതിന് ഒരു ആൻസർ നമുക്ക് ഇപ്പോഴും കിട്ടി. The transfer of new genes from GM organism to wild or domesticated non-GM population is a key criticism of GM crops like soybean and corn. There are concerns that the introduction of GM genes into non-target species could have negative consequences for both human and environmental health. Oxitec, a company that spun out of research at Oxford University in the early 2000s, developed and trademarked GM-friendly mosquitoes, also known as strain Ox 513A of Aedes aegypti. Okay, now these male GM mosquitoes have what the company described as self-limiting gene. മൂന്നാമത്തെ കീവേഡിനുള്ള ആൻസർ ആണ്. Which means that when these so-called friendly mosquito made their offspring inherit the self-limiting gene which is supposed to prevent them surviving into adulthood. In theory, when these mosquitoes are released in high numbers, a dramatic reduction in most mosquito population should follow, according to research published by Oxitec Research in 2015. Field trials involving recurring release of friendly mosquitoes demonstrated a reduction of nearly 95% of target population in Brazil. In these field trials, experiments were not performed to assess whether GM mosquitoes might persist in the wild. A recent study of the Paul lab at Yale University has since confirmed that some of the offsprings of the GM mosquitoes didn't succumb to the self-limiting lethal gene and survived to adulthood. വീണ്ടും ഒരു കീവേഡിനുള്ള ആൻസർ ഇപ്പോൾ വായിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. They were able to breed with native mosquitoes and thereby introduce some of their genes into wild population. Meanwhile, the impact of mosquitoes carrying these new genes remains largely unknown. One significant worry is that a new breed of mosquito might emerge that is more difficult to control. These new genes could also potentially alter evolutionary pressures on viruses carried by mosquitoes, like dengue fever, in unpredictable ways. This includes potentially increasing by their virulence or changing their host-insect interactions. These are hypothetical risks that have been raised by scientists and reflect the need for further study. ഓടിച്ച് നമ്മളൊന്ന് വായിക്കുന്ന സമയത്ത് ക്വസ്റ്റിന്റെ കീവേഡ്സ് ഓൾറെഡി നോട്ട് ചെയ്തിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിനിലേക്ക് പോകാം.
സോ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താണ്? Mosquitoes considered one of the deadliest living creatures on earth because the capability to transmit life-threatening diseases. Answer A കിട്ടി. ഇനിയിപ്പോ അടുത്ത നോക്കാം. What is one of the methods being developed to control population of mosquitoes? Introduction of a lethal gene into wild population of mosquitoes using genetically modified ones. കിട്ടിയില്ലേ? ഇതൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. Now, moving to the next question. What can be the potential side effects of genetically modified mosquito offsprings? That is, evolution of a breed of mosquitoes which are more difficult to control, increase in the severity of diseases being currently transmitted by mosquitoes, change in host insect interactions, loss of natural population of mosquitoes. എനിക്ക് തോന്നുന്നു എയും ബിയും സിയും കറക്റ്റ് ആണ്. ഇത് മൂന്നും നമുക്ക് ആൻസർ എടുക്കാം. സോ ഇ ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of the statements can be considered as true with respect to the passage? Field trials on genetically modified mosquitoes showed reduction of 96 target population. Okay. Toxicity trademark the GM-friendly mosquitoes in 2015. That is also the female GM mosquito has a self-limiting gene. ഇത് ഞാൻ എടുക്കുന്നില്ല. I think ഈ ഒന്നും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. The answer is none of these എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 5. എന്താണ്? What is the desired effect of releasing GM mosquitoes containing the self-limiting gene എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A substantial reduction in the population of mosquitoes. ഒന്നും വായിക്കേണ്ടി വന്നില്ല. കീവേഡ് നോക്കിയ ആൻസർ പെട്ടെന്ന് കിട്ടി. Which of the following word is similar to the deadliest as mentioned in the passage? നമുക്കൊന്നും നോക്കാല്ല. Fatal. ഇതാണ് ഇതിന്റെ ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the statements can be considered as true with respect to the passage given? ഏതാണ്? GM mosquitoes are able to introduce some of their genes into the wild population. True. Then mosquitoes have been GMs have been no ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. Then oxytocin releases friendly mosquitoes in the Brazil. Can be considered true with respect to the passage. C നമുക്ക് പറയാൻ പറ്റുമോ? Let's see. C നമുക്ക് പറയാം. D, Aയും Cയും ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒറ്റയടിക്ക് ഫുൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് എങ്ങനെ ആർസി ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. എപ്പോഴും read the questions first. Then note the keywords. Keywords note ചെയ്യാം. Use code. കോഡ് യൂസ് ചെയ്യുക. കോഡ് ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതരാം. വൊക്കാബ് റിലേറ്റഡ്, വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതായത് സിനണിം, ആന്റണിം, ഇഡിയം, ഫ്രേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് VB എന്ന് പറയാം. TR അതായത് ടോപ്പിക് റിലേറ്റഡ്. Then DQ ഞാൻ പറഞ്ഞു ദുൽഖർ സൽമാൻ അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then IQ indirect question. ഇങ്ങനെ ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ട്. സോ ഈ കോഡുകൾ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാം. അതിനുശേഷം നാലാമതായിട്ട് റീഡ് ദി പാസേജ്. ആൻഡ് അഞ്ചാമതായിട്ട് ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം വൊക്കാബ് ക്വസ്റ്റ്യൻസ്, then topic related questions, അതിനുശേഷം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, then indirect questions. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് RC സ്കോർ ചെയ്യാം. അവസാനത്തെ 1 മിനിറ്റ് എടുത്ത് വേണമെങ്കിൽ റിവ്യൂ കൂടെ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇത് ഓൾറെഡി ക്ലാസ്സസിൽ ഫോളോ ചെയ്ത് വരുന്നതാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻസ് ഇത് കാണുന്നവർ ഉറപ്പായിട്ടും ഈ RC ടെക്നിക്ക് നിങ്ങൾക്ക് എന്തുമാത്രം ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വന്ന് പറയണം. താഴെ കമന്റ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കൂടെ അറിയിക്കണം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് RC ചെയ്യാം. ഇനി കഴിഞ്ഞ വർഷങ്ങളിലെ SBI ക്ലർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പൈ ചാർട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിംഗ് കോംപ്രഹെൻഷൻ 26.1% അത് ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. എറർ ഡിറ്റക്ഷൻ തൊട്ട് പിന്നാലെയുണ്ട്. ക്ലോസ് ടെസ്റ്റും അതിന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഫില്ലറും സെന്റൻസ് റീഅറേഞ്ച്മെന്റുമാണ്. സെന്റൻസ് ഇംപ്രൂവ്മെന്റും മിസ്പെൽഡ് വേർഡ്സും ഏകദേശം ഒരേ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ഫ്രേസ് റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ ഫ്രേസ് റീപ്ലേസ്മെന്റും മാത്രമല്ല വേർഡ് സ്വാപ്പ്, വേർഡ് റീഅറേഞ്ച്മെന്റ് ഒക്കെ ഏകദേശം 8.7% ചോദിച്ചിട്ടുണ്ട്. 6.1 ആണ് കേട്ടോ വേർഡ് സ്വാപ്പും വേർഡ് റീഅറേഞ്ച്മെന്റും. ഫ്രേസ് റീപ്ലേസ്മെന്റ് ആണ് 8.7. കോളം ബേസ്ഡ് എക്സസൈസ് വളരെ കുറവാണ്. അപ്പൊ ഇത് ഏകദേശം ഇത് കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതായത് റീഡിംഗ് കോംപ്രഹെൻഷൻ 30 ചോദ്യം ഉള്ളതിൽ 8 മുതൽ 10 ചോദ്യം വരെ നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ കിട്ടാം. എറർ ഡിറ്റക്ഷൻ, ക്ലോസ് ടെസ്റ്റ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് 4 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കിട്ടാം.
ടോപ്പിക് ലൈക്ക് ഫില്ലർ, മിസ്പെൽഡ് വേർഡ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് നിന്ന് 3 മുതൽ 5 ക്വസ്റ്റൻസ് വരെ കിട്ടാം. എന്നാൽ ഏറ്റവും കുറവ് ക്വസ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ളത് വേർഡ് സ്വാപ്പിൽ നിന്നും കോളം ബേസ്ഡ് ക്വസ്റ്റനിൽ നിന്നാണ്. ഏകദേശം 1-2 ചോദ്യങ്ങളെ നമുക്ക് അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ ഏകദേശം എത്രമാത്രം ചോദ്യങ്ങൾ കിട്ടും എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസും വീക്കർ ഏരിയാസും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അതിനെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ തിങ്സ് വിച്ച് ഐ ആം ഗോണ സേ. അതായത് ടഫ് ആയിട്ടുള്ള മോക്ക് എടുക്കുന്നത് നിർത്തുക. ഇനി ടഫ് ആയിട്ടുള്ള മോക്ക് അടുത്ത ഒരാഴ്ചത്തേക്ക് എടുക്കരുത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാനായിട്ട് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് വേണ്ട. സോ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കുറയ്ക്കേണ്ട. എളുപ്പം ആൻസർ കിട്ടുന്ന നിങ്ങൾക്ക് തന്നെ തോന്നണം, ഓക്കെ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. സോ ടഫ് മോക്ക് ടെസ്റ്റുകളോട് ബൈ ബൈ പറയാം. പിന്നെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കഴിവതും ഒഴിവാക്കുക. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് സമയത്ത് ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ പ്രിലിംസിൽ മാത്രം ഫോക്കസ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കോൺഫിഡൻസ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നെഗറ്റിവിറ്റി തീരെ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടത്തില്ലേ, ഇനിയിപ്പം ഞാൻ നേരത്തെ എഴുതിയ എക്സാംസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, സോ ഈ എക്സാം ടഫായിരിക്കുമോ, ഇനിയിപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കുക. പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഞാൻ ഇത് നേടിയെടുക്കും, ഞാൻ ഒരു SBI ക്ലർക്കാവും, എനിക്കിത് പറ്റും, എനിക്ക് ഞാൻ പ്രിലിംസ് പാസ്സാവും, ഞാൻ മെയിൻസ് പാസ്സാവും, ഞാൻ ഇന്റർവ്യൂ പാസ്സാവും, ഈ വർഷം എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർഷമാണ്. ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് പറയുക. നമ്മൾ ഒരു കാര്യം 100 തവണ മനസ്സിൽ വിചാരിച്ച് 100 തവണ അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചാൽ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. സോ അത്രയും പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. അതുപോലെ വൊക്കാബ് നോക്കാനേ പോണ്ട. വൊക്കാബ് അറിയാത്ത വാക്കുകൾ പഠിക്കാൻ ഈ ഒരാഴ്ച എടുക്കരുത്. അറിയുന്ന വാക്കുകൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അറിയാത്തതൊന്നും പുതുതായിട്ട് പഠിക്കാൻ ഈ ഒരു ടൈമിൽ എടുക്കണ്ട. ഇനി എന്തൊക്കെ ചെയ്യണം? ടൈമർ 20 മിനിറ്റ് ടൈമർ ഇട്ട് എക്സാംസ് ഈ ഒരാഴ്ച സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ടൈം മാനേജ്മെന്റ് നിങ്ങളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കൃത്യം 30 മിനിറ്റ് എങ്കിലും ഡെയിലി ഗ്രാമർ റൂൾസ് റിവൈസ് ചെയ്യുക, അത് മറക്കരുത്. പ്രാക്ടീസ് വീക്കർ സെക്ഷൻസ്. ഓക്കെ, വീക്കർ ഏരിയാസ്, സെക്ഷൻസ് എന്ന് ഞാൻ പറയുന്നില്ല, വീക്കർ ഏരിയാസ്. വീക്കായിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഇത്തവണ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, ആ RCയുടെ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല ഓൾറെഡി RCയുടെ ടെക്നിക്ക് യൂസ് ചെയ്ത് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും കമൻറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും അറിയിക്കുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം കഷ്ടപ്പെടുന്നതിന് ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കിട്ടും. അവസാനത്തെ ഈ ഒരാഴ്ച മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. മാത്രമല്ല 17-ാം തീയതി മുതൽ, അതായത് തിങ്കളാഴ്ച 17th മൺഡേ മുതൽ വരുന്ന 4 ദിവസങ്ങളിലേക്ക് 17, 18, 19, 20 നമ്മുടെ മെഗാ മാരത്തോൺ ഫോർ SBI ക്ലർക്ക് നടക്കുകയാണ്. റീസണിങ്ങും ക്വാണ്ടും ഇംഗ്ലീഷും ഉണ്ടാവും. ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു എക്സാം ബിഫോർ എക്സാമുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ സീ യു. അതുവരെ നന്നായിട്ട് പഠിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.